അതായത് ജനറൽ നരവാനെ പോലുള്ള ഒരാളല്ലായിരുന്നു അവിടെ ഇരിക്കേണ്ടത്. ഇത് ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ പഴയ പട്ടാളക്കാർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ലായിരിക്കും, പക്ഷെ ഞാൻ പറയാനുള്ള കാര്യം ഞാൻ പറയുകയാണ്. കാരണം സാം മനേക്ഷ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യില്ല എന്ന് ഞാൻ പറയും. അത് മാത്രമല്ല, നോർത്തേൺ കമാൻഡിന്റെ ജനറൽ ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് ലഫ്റ്റനന്റ് ജനറൽ ജോഷി, അദ്ദേഹം ഇതിനേക്കാൾ ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്തല്ലോ പിന്നീട്. അപ്പൊ ഇവിടെ ഈ പിന്നെ ജനറൽ നരവാണെ ഒരുപാട് പിന്നെ തീരുമാനമെടുക്കുന്നതിൽ അദ്ദേഹത്തിന് പാളിച്ച പറ്റി. അതുകൂടാതെ അത് പുസ്തകമാക്കി എഴുതി ഊതി വീർപ്പിച്ച് അത് വിവാദമാക്കിയതിലും അദ്ദേഹത്തിന് തെറ്റ് സംഭവിച്ചു. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയാം. അത് പറഞ്ഞിട്ട് നമുക്ക് സംഭവങ്ങളിലേക്ക് തുടങ്ങാം. ഈ കാരവാൻ എന്ന മാസിക ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് പത്രപ്രവർത്തകനായിട്ട് ജോലിക്ക് പ്രവേശിക്കുന്നത് ഈ കാരവാൻ എലൈവ് വുമൻസ് എന്ന മാസികകളുടെ സബ് എഡിറ്ററാണ് ആയിട്ടാണ്. ഡൽഹി പ്രസ് എന്ന് പറയുന്ന ഒരു പ്രസിദ്ധീകരണ ഗ്രൂപ്പ്. അവർക്ക് ഹിന്ദിയിൽ ഒരുപാട് മാസികകളാണ്, എല്ലാം ദിനപത്രങ്ങളൊന്നും പ്രസിദ്ധീകരിക്കുന്നില്ല. ഹിന്ദിയിൽ ആ കാലഘട്ടത്തിൽ ഞാൻ 1990കളുടെ ഒടുവിലാണ് അവിടെ ജോലിക്ക് കയറുന്നത്. ആ കാലഘട്ടത്തിൽ സരസ് സലിൽ എന്നൊക്കെ പറയുന്ന ഹിന്ദിയിലെ ഏറ്റവും അന്നത്തെ നമ്മുടെ മംഗളം മനോരമ പോലത്തെ ഒരു മാസികയാണത് ഹിന്ദിയിൽ, സരസ് സലിൽ. പക്ഷേ മംഗളം മനോരമ മാത്രമല്ല, അതിന് ഈ കേരള ശബ്ദത്തിന്റെയും ചില ഇതുണ്ട്. അതിൽ രാഷ്ട്രീയ ലേഖനവും വരും, ഇത്തിരി മസാല നോവലുകളും വരും. അപ്പം ഉത്തർപ്രദേശിലെയും ബീഹാറിലെയും രാഷ്ട്രീയക്കാരുടെ ഇഷ്ടപ്പെട്ട വാരികയാണ്. പലപ്പോഴും നമ്മുടെ ഓഫീസിലെ ഈ രാംവിലാസ് പാസ്വാന്, പിന്നെ മുലായം സിംഗ് യാദവ്, ഇവരൊക്കെ സ്ഥിരം വരുമായിരുന്നു. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഈ മാസിക വളരെ പ്രാധാന്യമാണ്. അപ്പൊ ഇതിന്റെ ഓണറായിരുന്ന ആ കാലഘട്ടത്തിൽ ഇതിന്റെ സ്ഥാപക ഓണറായി വിശ്വനാഥ് എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അയാളുടെ മകൻ പരേഷ് നാഥാണ് ഇപ്പൊ ഇതിന്റെ എഡിറ്റർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ വിശ്വനാഥ് കടുത്ത BJP വിരുദ്ധനാണ്. അത് എന്നെ അതിശയിപ്പിച്ചിട്ടുള്ള കാര്യം, പാകിസ്ഥാനിൽ നിന്നുള്ള കുടിയേറ്റക്കാരനായ വിശ്വനാഥ് അന്ന് പാകിസ്ഥാനിലെ ഹൈദരാബാദിൽ നിന്ന് ഓടി വന്ന ആളാണ്. അദ്ദേഹം ഹിന്ദു വിരുദ്ധനുമാണ്.